ಇವತ್ತು ಧ್ಯಾನಕ್ಕೋಸ್ಕರ ಎಫೆಸ್ಯರಿಗೆ ಬರೆದ ಲೇಖനം, ಎಫೆಸ್ಯ ಬರೆದ ಪತ್ರಿಕೆ അതിൻ്റെ 4-ാം അധ്യായം 4ನೇ ಅಧ್ಯಾಯ 17 മുതൽ 24 വരെയുള്ള വേദഭാഗങ്ങളാണ്. 17ರಿಂದ 24 ಯಾರಿಗಾದ್ರೂ ಸಿಕ್ಕಿದ್ರೆ ಓದಬಹುದು. എഫെസ്യ 4:17-24. ആകയാൽ ഞാൻ കർത്താവിനെ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകഠിന നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന മാനം കടമ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളോ യേശുവിൽ സത്യം ഉള്ളതുപോലെ അവനെ കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചു എങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയെല്ലാം പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളും. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ದೇವರ ನಾಮಕ್ಕೆ ಮಹಿಮೆ ಉಂಟಾಗಲಿ. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് മുഖവുരയായിട്ട് 1-2 കാര്യങ്ങൾ പറയുവാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ವಿಷಯಕ್ಕೆ ನೇರವಾಗಿ ಬರುವಕ್ಕಿಂತ ಮುಂಚೆಗೆ ಅದಕ್ಕೆ ಲೇಖನಾಗಿ ಕೆಲವು ವಿಷಯಗಳನ್ನು ಹೇಳಲು ಇಚ್ಛಿಸುತ್ತೇನೆ. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഈ ലേഖനം എഴുതിയിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസാണ്. ಈ ಲೇಖನವನ್ನು ಬರೆದಿರುವಂಥದ್ದು ಅಪೊಸ್ತಲನಾದ ಪೌಲನು. ഏതാണ്ട് AD 61-62 അടുത്താണ് ಈ ಲೇಖനം ಎഴുതിയിരിക്കുന്നത്. AD 61-62 ಈ ಪುಸ್ತಕವನ್ನು ಪತ್ರಿಕೆಯನ್ನು ಬರೆದಿರುವಂಥದ್ದಾಗಿದೆ. ಈ ಲೇಖനം ವಿಶುದ್ಧന്മാർക്ക് വേണ്ടിയുള്ള ಲೇಖನമാണ്. ಈ ಪುಸ್ತಕವು ಭಕ್ತಿಯಲ್ಲಿರುವಂಥ ನೀತಿವಂತರಿಗೋಸ್ಕರ ಬರೆಯಲ್ಪಟ್ಟಿರುವಂಥದ್ದು. ഇത് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് അല്ലെങ്കിൽ ഹൗസ് അറസ്റ്റിലായിരിക്കുന്ന സമയത്ത് എഴുതപ്പെട്ടതായിരിക്കുന്ന ഒരു ലേഖനമാണ്. കാരാഗ്രഹದಲ್ಲಿ ಇದ್ದಂಥ ಸಮಯದಲ್ಲಿ ಬರೆದಂಥ ಪತ್ರಿಕೆ. ഈ എഫെസോസ് എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മൾ ഭൂപടം നോക്കുമ്പോൾ ടർക്കിയാണ് ഈ എഫെസോസ് എന്ന് പറയുന്ന സ്ഥലം. ಎಫೆಸಸ್ ಎಂಬಂಥ ಪಟ್ಟಣ ಈಗಿನ ನಮ್ಮ ಈ ಮ್ಯಾಪ್ ನೋಡುವಾಗ ಅದು ಟರ್ಕಿ ಆಗಿರುತ್ತದೆ. ഏകദേശം 2 വർഷത്തോളം അശ്രാന്ത പരിശ്രമം ചെയ്ത് ജന്മം കൊടുത്ത ഒരു സഭയാണ് ഈ ಎಫೆಸೋಸ್ ಸಭ. ಈ ಎಫೆಸಸ್ ಸಭೆ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ಬಹಳ ಪ್ರಯಾಸಪಟ್ಟು 2 ವರ್ಷದಲ್ಲಿ ಮಾಡಿದಂಥ ಒಂದು ಸಭೆ ಆಗಿತ್ತು. അപ്പോൾ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട്, ഈ വിഷയಕ್ಕೆ ಬರುವ ಮುಂಚಿತವಾಗಿ, ഇതിനു മുമ്പ് അപ്പോസ്തലനായ പൗലോസ് എഫെസോസ്യ വിശ്വാസികളെ പറ്റി വളരെ ഗുരുത്വപൂർണമായിരിക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ಇದಕ್ಕಿಂತ ಮುಂಚಿತವಾಗಿ ಎಫೆಸಸ್ ಸಭೆಯ ಭಕ್ತರ ಕುರಿತಾಗಿ ಬಹಳ ಗಟ್ಟಿಯಾಗಿ ಮಾತನಾಡಿದ್ದನಾಗಿದ್ದನು. അതിൽ 1 മുതൽ 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ വായിക്കേണ്ട. 4ನೇ ಅಧ್ಯಾಯ 1ರಿಂದ 16ನೇ ವಾಕ್ಯದವರೆಗೆ ನಾವು ಓದುವಾಗ യൂണിറ്റി, അതായത് ഐക്യത എന്ന വിഷയത്തെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ಐಕ್ಯತೆ ಕುರಿತಾಗಿ ಅಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. അത് കർത്താവായ യേശു ക്രിസ്തു ശിരസായിരിക്കുമ്പോൾ, യേശു ക്രിസ്തുവിന് സഭೆಯ തലയാಗಿರುವಾಗ നാം എല്ലാവരും ശരീരമാണെന്നാണ് താൻ പറയുവാൻ തൊക്കെ ആഗ്രഹിക്കുന്ന വിഷയം. ನಾವೆಲ್ಲರೂ ಅದರ ಅಂಗಗಳಾಗಿದ್ದೇವೆ ಎಂಬುದಾಗಿ ಹೇಳುವಂತ ವಿಷಯ. 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഒരു ശരീരമാണ് നാം എന്ന് പറയുന്നുണ്ട്. 4ನೇ ಅಧ್ಯಾಯದ 4ನೇ ವಾಕ್ಯದಲ್ಲಿ ನಾವೊಂದು ಶರೀರವಾಗಿದ್ದೇವೆ ಎಂಬುದಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. ഈ ശരീരം കർത്താവായ യേശു ക്രിസ്തുവിന്റെ, ഈ സഭ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമാണെന്ന് 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. ಆ ತಲೆಯಾಗಿರುವಂತ ತಲೆಗೆ ನಾವೆಲ್ಲರೂ ಒಂದು ದೇಹವಾಗಿದ್ದೇವೆ ಎಂಬುದಾಗಿ ಅಲ್ಲಿ ಹೇಳಲ್ಪಟ್ಟಿದೆ. അതെ, 1-2 വേദഭാഗങ്ങൾ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർ 12-ാം അധ്യായം, 1 കൊരിന്ത 12ನೇ ಅಧ್ಯಾಯ അതിന്റെ 20 മുതൽ 22 വരെ, 20ರಿಂದ 22 ವಾಕ್ಯ. 1 കൊരിന്ത 12. 1 കൊരിന്ത്യർ 12-ന്റെ 20 മുതൽ 22 വരെ. എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്ന് തന്നെ. കണ്ണിന് കൈയോട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനം അണിയിക്കുന്നു. നമ്മിൽ അഴക് കുറഞ്ഞവയ്ക്ക് അധികം അഴക് വരുത്തുന്നു. നമ്മിൽ അഴകുള്ള അവയവങ്ങൾ അത് ആവശ്യമില്ലല്ലോ. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട്
ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഫെസ്യ വിശ്വാസികൾക്ക് എഴുതുമ്പോൾ പറയുകയാണ്, ಅಪೊಸ್ತಲನಾದ ಪೌಲನು ಕೊರಿಂಥ ವಿಶ್ವಾಸಿಗಳಿಗೆ ಬರೆಯಲ್ಪಡುವಾಗ ഈ കൂടിയിരിക്കുന്ന നാം ഓരോരുത്തരും ശരീരത്തിന്റെ ഓരോ അവയവമാണ്. ನಾವಿಲ್ಲಿ ಕೂಡಿರುವಂತ ಪ್ರತಿಯೊಬ್ಬೊಬ್ಬರು ಒಂದು ಶರೀರದ ಅಂಗಗಳಾಗಿದ್ದೇವೆ. ഒരാൾ കണ്ണാണെങ്കിൽ ഒരാൾ കാലാണ്, ಒಂದು ವ್ಯಕ್ತಿ ಕಣ್ಣಾದರೆ ಇನ್ನೊಂದು ವ್ಯಕ್ತಿ ಕಾಲು, ഒരാൾ കൈയാണെങ്കിൽ ഒരാൾ മൂക്കാണ്. ಒಬ್ಬರು ಕೈಯಾದಲ್ಲಿ ಇನ್ನೊಬ್ಬರು ಮೂಗು. അപ്പോൾ കണ്ണിന് കൈയോട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. കണ്ണിಗೆ കൈ ನಿನ್ನ ಅವಶ್ಯಕತೆ ಇಲ್ಲ ಎಂಬುದಾಗಿ ಯಾವಾಗಲೂ ಹೇಳಲಿಕ್ಕೆ ಅವಕಾಶ ಇಲ್ಲ. നാം അന്യോന്യം ഒരു കുടുംബത്തിന്റെ അംഗങ്ങളായിട്ട് നാം ഇവിടെ ആയിരിക്കുമ്പോൾ, ನಾವೊಂದು ಕುಟುಂಬದ ಅಂಗವಾಗಿ ನಾವು ಇಲ್ಲಿ ಸೇರಿ ಬಂದಿರುವಾಗ, ശരീരത്തിന്റെ പല അവയവങ്ങൾ ചേർന്ന് ഒരു സഭയായിട്ട് നാം ഇവിടെ കൂടി വന്നിരിക്കുമ്പോൾ, ಶರೀರದ ಒಂದೇ ಅಂಗವಾಗಿ ನಾವು ಈ ರೀತಿಯಾಗಿ ಒಟ್ಟಾಗಿ ഒരു ಸೇರಿರುವ കണ്ണ് വേറൊരു കൈയോട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ലെന്ന് പറയുവാൻ കഴിയില്ല, പാടില്ല. ಒಂದು ಕಣ್ಣು ಇನ್ನೊಂದು ಕೈಗೆ ನಿನ್ನ ಅವಶ್ಯಕತೆ ನನಗಿಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳುವ ಅವಕಾಶವಿಲ್ಲ. ഇവിടെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധന ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ಇಲ್ಲಿ ನಮ್ಮನ್ನು ನಾವೇ ಪರೀಕ್ಷಿಸಿಕೊಳ್ಳುವಂತ ಅವಶ್ಯಕತೆ ಇರುವ ആരാണ് ഈ കണ്ണ്, ആരാണ് ഈ കൈ? ಯಾರು ಈ ಕಣ್ಣು, ಯಾರು ಈ ಕೈ? ഇവിടെ 22-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, 22ನೇ ವಾಕ್ಯದಲ್ಲಿ ಈ ರೀತಿಯಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ, ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. ದೇಹದಲ್ಲಿ ಅಲ್ಪ ಬಲವುಳ್ಳವುಗಳಾಗಿ ಕಾಣುವ ಅಂಗಗಳನ್ನು ಅತ್ಯವಶ್ಯವೆಂದು ತಿಳಿಯಬೇಕಲ್ಲವೇ? ഏതെങ്കിലും സഹോദരനോ സഹോദരിയോ, ಯಾವುದಾದ್ರೂ ಸಹೋದರ ಸಹೋದರಿ അല്ല ബലഹീന അവസ്ഥയിൽ കൂടിയാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ, ಬಲಹೀನ ಅವಸ್ಥೆಯಲ್ಲಿ ಅವರು ಇಲ್ಲಿ ಕೂತಿರುವಂತರು, അത് ശാരീരികമായിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ, വിദ്യാ രീതിയിലായിക്കോട്ടെ, ಶಾರೀರಿಕವಾಗಲಿ, ಐಶ್ವರ್ಯದಲ್ಲಾಗಲಿ, ವಿದ್ಯೆಯಲ್ಲಾಗಲಿ, ബലം കുറഞ്ഞു തോന്നുന്ന ആ അവയവങ്ങളും കർത്താവിന് ആവശ്യമുണ്ട്. കർത്താവിന് സഭയോട് ചേരേണ്ട ആവശ്യമുണ്ട്. ಬಲಹೀನತೆಯಲ್ಲಿರುವಂತಹ ಆ ಅಂಗಗಳು ಸಹ ಕರ್ತನಿಗೂ ಹಾಗೂ ಸಭೆಗೆ ಅವಶ್ಯಕತೆ ಇರುವಂತದ್ದಾಗಿದೆ. ഏതെങ്കിലും വിഷയത്തിൽ ഏതെങ്കിലും കുറവുള്ള ഒരു സഹോദരനോ സഹോദരിയോ നമുക്ക് വിരൽ ചൂണ്ടുവാൻ തൊക്കണം നമുക്ക് യാതൊരു അധികാരവുമില്ല. പറയുന്ന ശരീരത്തിൽ ബലഹീനമായിരിക്കുന്ന അവയവങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. വലുവിനായിരിക്കുന്ന കർത്താവാണ് ഈ അവയവങ്ങളെയൊക്കെയും ദൈവം നമുക്ക് നിർമ്മിച്ചു തന്നിരിക്കുന്നത്. ನಾವು ಇಲ್ಲಿ ಕೂತ್ಕೊಂಡು ಯಾರನ್ನು ಕೈ ತೋರಿಸಿ ಬಲಹೀನನೆಂಬುದಾಗಿ ಹೇಳುವುದಕ್ಕೆ ಅಸಾಧ್ಯ. ಯಾಕಂದ್ರೆ ನಮ್ಮ ಶರೀರದಲ್ಲಿ ಸಹ ಅನೇಕ ಅಂಗಗಳಲ್ಲಿ ಕೆಲವು ಅಂಗಗಳು ಅದು ಬಲಹೀನವಾಗಿರುವಂತಹ ಅಂಗಗಳಾಗಿರುವಂತದ್ದಾಗಿದೆ. ഏതെങ്കിലും അവയവത്തെ നമുക്ക് ചെറുതാണെന്നോ ഏതെങ്കിലും അവയവം വലുതാണെന്നോ പറയുവാൻ കഴിയയില്ല. എല്ലാ അവയവങ്ങൾക്കും ദൈവം അതിൻ്റെതായിരിക്കുന്ന രീതിയിൽ അഴക് കൊടുത്ത് ദൈവം സൂക്ഷിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ ശരീരമാകുന്ന സഭയോട് യോജിപ്പിച്ചിരിക്കുകയാണ്. ನಮ್ಮ ಶರೀರದಲ್ಲಿರುವಂತಹ ಅಂಗಗಳಲ್ಲಿ ಎಲ್ಲಾ ಅಂಗಗಳು ಅದಕ್ಕೆ ಇರುವಂತಹ ಒಂದು ಪ್ರಾಮುಖ್ಯತೆಯಿಂದ ದೇವರು ಆ ಅಂಗಗಳನ್ನು ಸೃಷ್ಟಿ ಮಾಡಿದ್ದಾನೆ. നമുക്ക് നമ്മുടെ കൈക്ക് 5 വിരലുണ്ട്. ನಮ್ಮ ಕೈಯಲ್ಲಿ 5 ಬೆರಳಿರುವಂತದ್ದಾಗಿದೆ. നമ്മൾ സാധാരണ ഈ കൈ ശ്രദ്ധിക്കുമ്പോൾ ഈ തള്ളവിരലിന് ഒരു പ്രയോജനമില്ല എന്ന് നമുക്ക് തോന്നിയേക്കാം. ನಮಗೆ ನಮ್ಮ ಕೈಯಲ್ಲಿರುವಂತಹ 5 ಬೆರಳಲ್ಲಿ ಈ ಹೆಬ್ಬೆರಳು ಯಾವೊಂದು ಪ್ರಯೋಜನ ಇಲ್ಲ ಎಂಬುದಾಗಿ ನಾವು ಗ್ರಹಿಸಿಕೊಳ್ಳಬಹುದು. ഈ തള്ളവിരൽ കൊണ്ട് എന്ത് പണിയാ ഉള്ളത്? ಈ ಒಂದು ಹೆಬ್ಬೆರಳಲ್ಲಿ ನಾವು ಯಾವ ಕೆಲಸ ಹೆಚ್ಚಾದ ഇത് ഞാൻ വേണ്ടാന്ന് വെക്കാം. ಇದು ಬೇಡ ಎಂಬುದಾಗಿ ನಾವು ಇಡೋಣ. ഞാൻ ഈ തള്ളവിരൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരി അതിൽ ഉൾപ്പെടുമെന്ന് മനസ്സിലാക്കുക. ನಾನಿಲ್ಲಿ ಹೆಬ್ಬೆರಳು ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ಇಲ್ಲಿರುವಂತಹ ಯಾವುದಾದ್ರು ಸಹೋದರ ಸಹೋದರಿಯನ್ನೇ ನೀವು ಗ್ರಹಿಸಿಕೊಳ್ಳಬಹುದು. അപ്പോൾ ഈ തള്ളവിരൽ ഇല്ല എങ്കിൽ, ಈ ಒಂದು ಹೆಬ್ಬೆರಳು ನಿಮ್ಗೆ ಇಲ್ಲದಿದ್ದಲ್ಲಿ, സഹോദരിമാർക്ക് അറിയാമല്ലോ മുട്ടയുടെ തോട് പൊളിക്കാൻ എങ്ങനെ പറ്റും? ಈ ಮೊಟ್ಟೆಯ ಒಂದು ಸಿಪ್ಪೆ ನೀವು ಹೇಗೆ ತೆಗೆಯುತ್ತೀರಿ? ഈ വിരലില്ലാതെ മുട്ടയുടെ തോട് എടുക്കാൻ പറ്റുമോ? ಈ ಮೊಟ್ಟೆ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ಈ ಮೊಟ್ಟೆಯ ಸಿಪ್ಪೆಯನ್ನು ನೀವು ಸುಲಿತಾ ಇದ್ದೀರಿ ಎಂಬುದಾಗಿ ತಿಳ್ಕೊಳ್ರಿ. ಈ ಹೆಬ್ಬೆರಳಿಲ್ಲದಿದ್ರೆ ನೀವು ಹೇಗೆ ಒಂದು ಕೆರೆದು ಅದನ್ನು ತೆಗಿತೀರೋ? ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഏതൊരു സഹോദരിയും അഴകുള്ളതായിക്കോട്ടെ അഴകില്ലാത്തതായിക്കോട്ടെ, വിദ്യാസമ്പന്നനായിക്കോട്ടെ വിദ്യാവിഹീനനായിട്ട്, കുചേരനായിട്ട് കുലേരനായിട്ട്, അല്ല വെളുത്തവനായിട്ട് കറുത്തവനായിട്ട്, ദൈവസന്നിധിയിൽ ദൈവസഭയുടെ ഓരോ അംഗമായിരിക്കുന്നിടത്തോളം കാലം എല്ലാവർക്കും അതിൻ്റെതായിരിക്കുന്ന റോളുണ്ട്. ദൈവം അത് അറിഞ്ഞു തന്നെയാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. ಪ್ರಿಯರೇ, ಈ ಸಭೆಯಲ್ಲಿ ಕೂತಿರುವಂತಹ ಪ್ರತಿಯೊಬ್ಬೊಬ್ಬರು ಅವರು ಬೆಳ್ಳಗಾಗಿರಬಹುದು, ಕಪ್ಪಗಾಗಿರಬಹುದು, ಐಶ್ವರ್ಯವಂತರಾಗಿರಬಹುದು, ಬಡವರಂತಾಗಿರ್ಬೋದು, ಜ್ಞಾನ ಉಳ್ಳಂತರಾಗಿರ್ಬೋದು, ಜ್ಞಾನ ಇಲ್ಲದಂಥವರು, ವಿದ್ಯೆ ಇರುವಂಥವರು, ವಿದ್ಯೆ ಇಲ್ಲದಂಥವರು, ಅವರವರಿಗೆ ದೇವರು ಒಂದು ದೇವರ ಕೃಪಾವರದಿಂದ ಅವರನ್ನು ದೇವರು ನೇಮಿಸಿದ್ದಾನೆ. ನಾವು ಯಾರನ್ನು ಆ ರೀತಿಯಾಗಿ ಪರಿಗಣಿಸಬಾರದು. ഒരു കഥ ഞാൻ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. ನಾನು ಒಂದು ಕಥೆಯನ್ನು ಈ ರೀತಿಯಾಗಿ ಕೇಳಿದ್ದೇನೆ. അവയവങ്ങളെല്ലാം കൂടി ഒരു മീറ്റിംഗ് കൂടി, കോൺഫറൻസ്. ನಮ್ಮ ಶರೀರದಲ್ಲಿರುವಂತಹ ಎಲ್ಲ ಅಂಗಗಳು ಸೇರಿ ಒಂದು ಕಾನ್ಫರೆನ್ಸ್, ಒಂದು ಮೀಟಿಂಗಿಗೆ ಕುಳಿತುಕೊಂಡಿತ್ತು. അതിന് മൂക്കുണ്ട്, കൈയുണ്ട്, കാല്, എല്ലാ അവയവങ്ങളും ഉണ്ട്. ಅದ್ರಲ್ಲಿ ಮೂಗಿದೆ, ಕಣ್ಣಿದೆ, ಕಿವಿ ಇದೆ, ಕೈ ಇದೆ, ಎಲ್ಲವೂ ಇದೆ. ഓരോരുത്തരും അവരെ പറ്റി പറയാൻ തുടങ്ങി.
ಒಬ್ಬೊಬ್ಬರು ಅವರವರ ಕುರಿತಾಗಿ ಹೇಳಲು ಪ್ರಾರಂಭಿಸಿದರು. കണ്ണു പറഞ്ഞു കണ്ണില്ലെങ്കിൽ നീ മുമ്പോട്ട് പോകുന്ന എങ്ങനെ? ಕಣ್ಣು ಹೇಳಿತು, ನಾನಿಲ್ಲದೆ ನೀನು ಹೇಗೆ ನಡೀತಿ, ಮುಂದೆ ಹೋಗುತ್ತಿ? അത് ശരിയാ, ಸರಿ ಅಲ್ವಾ? കണ്ണു വേണം. കಣ್ಣು ಬೇಕು. കാലുകാരൻ പറഞ്ഞു കാലുകാരൻ പറഞ്ഞു കാലില്ലെന്നുണ്ടെങ്കിൽ നീ നടക്കുന്നത് എങ്ങനെ? ಕಾಲು ಹೇಳಿತು, ಕಾಲು ನಾನಿಲ್ಲದೆ ನೀನು ಹೇಗೆ ನಡೆಯುತ್ತಿ ಎಂಬುದಾಗಿ. അപ്പൊ ചെവിയുണ്ട്, ചെവി പറഞ്ഞു ഞാനില്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്നത് എങ്ങനെ? ಕಿವಿ ಹೇಳಿತು, ಕಿವಿ ನಾನಿಲ್ಲದೆ ನೀನು ಹೇಗೆ അങ്ങനെ ಕೇಳುತ್ತಿ? ഓരോ അവയവങ്ങൾക്കും അതിൻ്റെതായിരിക്കുന്ന പ്രാധാന്യം പറഞ്ഞു കൊടുത്തു. ಎಲ್ಲ ಅಂಗಗಳು ಅವರವರ ಪ್ರಾಮುಖ್ಯತೆಗಳನ್ನು ಅವರು ಹೇಳಿಕೊಂಡರು. എന്നാൽ ಈ വലിയ വയറുണ്ടല്ലോ, ಈ ದೊಡ್ಡ ಒಂದು ಹೊಟ್ಟೆ ಇದೆಯಲ್ಲವೋ, വയറിന് ഒരു പണി പറയാൻ പറ്റിയില്ല. ಹೊಟ್ಟೆ ಯಾವ ಕೆಲಸವೂ ಹೇಳಲಿಕ್ಕೆ ಅದು ಸಾಧ್ಯವಾಗಲಿಲ್ಲ. വൈദ്യര് ഞാൻ എന്തോ ചെയ്യുന്നത് എന്തുവാ? ನಾನೇನು ಮಾಡ್ತಾ ಇದ್ದೀನಿ? ഇത്രയും വലിയ വയറും വെച്ചോണ്ട് ഞാൻ ജീവിക്കുക. ಈ ಒಂದು ದೊಡ್ಡ ಹೊಟ್ಟೆಯನ್ನು ಹಿಡಿದುಕೊಂಡು ನಾನು ಜೀವಿಸ್ತಾ ಇದ್ದೇನೆ. വയറിനൊന്നും പറയാൻ പറ്റിയില്ല. ಈ ಹೊಟ್ಟೆಗೆ ಏನು ಹೇಳಲಿಕ್ಕೆ അപ്പോൾ മറ്റുള്ള എല്ലാവരും മജോറിറ്റി അവർക്ക് കിട്ടി. ಬಾಕಿ ಎಲ್ಲರಿಗೂ ಅವರಿಗೆ ಒಂದು ವಿಷಯ ತಿಳಿಯಿತು. അവർ പറഞ്ഞു ഇനിയും തൊട്ട് ഈ വയറിനൊന്നും നമ്മളൊന്നും കൊടുക്കണ്ട. ನಾವು ಮತ್ತೆ ಅವರೆಲ್ಲ ತೀರ್ಮಾನಿಸಿದ್ರು, ಈ ಹೊಟ್ಟೆ ಏನಕ್ಕೂ ಪ್ರಯೋಜನವಿಲ್ಲ, ಇದಕ್ಕೆ ನಾವೇನು ಕೊಡುವುದು. ರೆಸಲ್ಯೂಷನ್ ಪಾಸ್ ಆಗಿ ಒಂದು ರೆಸಲ್ಯೂಷನ್ ಅಲ್ಲಿ ಪಾಸ್ ಮಾಡಿದರು. കഴിക്കുന്നത് നിർത്തി. ಅವರು ಊಟ ಕೊಡುವುದು ನಿಲ್ಲಿಸಿದ್ದು. കൈയല്ല, വയറ്റി കൊടുക്കുന്നത്, ಹೊಟ್ಟೆಗೆ ಕೊಡುವಂತದನ್ನು ನಿಲ್ಲಿಸಿದರು, നിർത്തി. ಅವರು ನಿಲ್ಲಿಸಿದರು. ഒരു ദിവസമായി, ಒಂದು ದಿವಸ ಆಯ್ತು, 2 ദിവസമായി, 2 ದಿವಸ ಆಯ್ತು. സാധാരണ നമുക്ക് എന്താ സംഭവിക്കുന്നത്? 2 ദിവസം ആരും കഴിച്ചില്ല, എന്താ ചെയ്യും? 2 ದಿವಸ ಊಟ ಮಾಡದಿದ್ರೆ ಏನಾಗುತ್ತದೆ? കണ്ണടയോ ഇല്ലയോ? ಕಣ್ಣು ಮುಚ್ಚಿತು. കാലിന് വിറയലുണ്ടാകുമോ? ಕಾಲು നടലിಕ್ಕೆ ഈ ಪ್ರಾರಂಭಿಸಿತು. വയറിന് ഒന്നുമില്ല, ഒരു ആവശ്യമില്ല വയറിന്റെ എന്ന് പറഞ്ഞാലും വയറിന് നമ്മൾ കൊടുക്കേണ്ടത്, വയറിൻ്റെതായിരിക്കുന്ന ചില ശുശ്രൂഷകള് ദൈവം ഈ ശരീരത്തിലാക്കി വെച്ചിട്ടുണ്ട്. ಆ ಹೊಟ್ಟೆಗೆ ಏನು ಕೊಡದೆ ಹೋದ್ರು, ಆ ಹೊಟ್ಟೆಗೆ ಏನು ಕೆಲಸವಿಲ್ಲದಿದ್ರು ಅದಕ್ಕಿರುವಂತ ಜವಾಬ್ದಾರಿ ಅದಕ್ಕೆ ಇರುವಂತದ್ದಾಗಿದೆ. ആ വീണ്ടും ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി, ಇನ್ನೊಂದು ರೆಸಲ್ಯೂಷನ್ ಪಾಸ್ ಮಾಡಿದ್ರು. ഇല്ലില്ല വയറ് വേണം, ಹೊಟ್ಟೆ ಬೇಕು, വയറില്ലാതെ പറ്റത്തില്ല. ಹೊಟ್ಟೆ ಇಲ್ಲದೆ ನಡೆಯುವುದಿಲ್ಲ. ഒരു കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ಒಂದು ವಿಷಯ ನಾನು ಹೇಳಲಿಕ್ಕೆ ಇಚ್ಛಿಸುತ್ತೇನೆ. ദൈവം ഐക്യത ആഗ്രഹിക്കുന്നു. ದೇವರು ಇಚ್ಛಿಸುವಂತದ್ದು ಐಕ್ಯತೆ. ഇവിടെ പറയുന്നത്, ಇಲ್ಲಿ ಹೇಳುವಂತದ್ದು, കണ്ണിന് കൈയോട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും ಕೈಗೆ ಕಣ್ಣ ಹತ್ರ ನಿನ್ನ ಅವಶ್ಯಕತೆ ಇಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳುವಂತದ್ದು, തലയ്ക്ക് കാലുകളോട് നിങ്ങളെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. തലയോ കാലിಗೆ ನಿನ್ನ ಅವಶ್ಯಕತೆ ನನಗಿಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳುವಂತ ಅವಕಾಶವಿಲ್ಲ. ചിലപ്പോൾ നിങ്ങൾ കാറയിലായിരിക്കും വരുന്നത്, ಕೆಲವೊಮ್ಮೆ ನೀವು ಕಾರಲ್ಲಿ ಬರಬಹುದು, പോകുമ്പോൾ ചിലർ സൈക്കിളിലായിരിക്കും പോകുന്നത്, ಕೆಲವರು ಸೈಕಲ್ ಅಲ್ಲಿ ಹೋಗಬಹುದು, ചിലർ NMRS പോകും. NMRS നടരാജൻ മോട്ടോർ സർവീസ്, നടന്നു പോവുക. ಕೆಲವರು ನಟರಾಜ ಸರ್ವಿಸ್ ಅಂದ್ರೆ ನಡೆದುಕೊಂಡು ಹೋಗುವಂತರಾಗಿರಬಹುದು. അപ്പോൾ അതിൽ നാം ഒരു വ്യത്യാസം കാണിക്കുന്നുണ്ട്. ನಾವು ಅದರಲ್ಲಿ ಕೆಲವೊಮ್ಮೆ ವ್ಯತ್ಯಾಸವನ್ನು ನಾವು ತೋರಿಸುತ್ತೇವೆ. ഇത് സത്യമാണോ ഇല്ലയോ? ಇದು ಸತ್ಯವೋ ಅಲ್ಲವೋ? ഇത് നമ്മുടെ ഇടയിൽ ഉള്ളതാണ്. ಇದು ನಮ್ಮಲ್ಲಿ ಇರುವಂತದ್ದು. എന്നാൽ ഇവിടെ പറയുന്നത് കമാൻഡ് ആയിട്ട് പറയുകയാണ്, ಒಂದು ಆಜ್ಞೆಯ ಮುಖಾಂತರ ಹೇಳುವಂತದ್ದು, നിങ്ങളെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു കൂടാ. ನಿನ್ನ ಮುಖಾಂತರ ನನಗೆ ಅವಶ್ಯ ಇಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳುವಂತ ಅವಕಾಶವಿಲ್ಲ. പ്രിയരെ, സ്വീപ്പർ ഇല്ലെന്നുണ്ടെങ്കിൽ പ്രൈം മിനിസ്റ്ററുടെ ബംഗ്ലാവിലെ സ്വീപ്പർ ഇല്ലെന്നുണ്ടെങ്കിൽ പണി നടക്കുമോ? ಆ ಒಂದು ಪ್ರೈಮ್ ಮಿನಿಸ್ಟರ್ ಮನೆಯಲ್ಲಿ ಒಂದು ಕಸ ಗುಡಿಸವನು ಇಲ್ಲದಿದ್ರೆ ಅಲ್ಲಿ ನಡೆಯುತ್ತದೆ. സ്വീപ്പർ വേണ്ടായോ? ಅಲ್ಲಿ ಒಂದು ಕಸ ಗುಡಿಸವನು ಬೇಕು. ദൈവം ആ രീതിയിലാണ് ദൈവം നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ಆ ರೀತಿಯಾಗಿ ದೇವರು ನಮ್ಮ ಶರೀರವನ್ನು ಉಂಟು ಮಾಡಿದ್ದಾನೆ. അതുകൊണ്ട് ಆ ಕಾರಣಕ್ಕೋಸ್ಕರ എപ്പോഴും നാം ഒരു ശരീരത്തിന്റെ അംഗമാണെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ನಾವು ಸಭೆ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ಒಂದು ಶರೀರದ ಅಂಗ ಎಂಬುದಾಗಿ ನಾವು ಯಾವಾಗಲೂ ಮರೆಯಬಾರದು. നാം എല്ലാവരും ഒത്തുചേർന്ന് മുൻപോട്ട് പോകേണ്ടവരാണ്. ನಾವೆಲ್ಲರೂ ಅನ್ಯೋನ್ಯತೆಯಿಂದ ಮುಂದೆ ಹೋಗುವಂತರಾಗಿರಬೇಕು. അന്യോന്യം സ്നേഹിച്ച് മുൻപോട്ട് പോകേണ്ടവരാണ്. ಅನ್ಯೋನ್ಯತೆಯಲ್ಲಿ ಪ್ರೀತಿಯಿಂದ ಮುಂದೆ ಸಾಗಬೇಕು. ഇതാണ് എഫീസ്യർക്ക് ലേഖനം 4-ാം അധ്യായത്തിന് 1 മുതൽ 16 വരെയുള്ള വേദഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ಇದೇ ಎಫೆಸ್ಯ ಗ್ರಂಥದಲ್ಲಿ ಬರೆದಿರುವಂತ ವಿಷಯವು. എന്നാൽ നമ്മുടെ ചിന്താ വിഷയം, ಅದು ನಮ್ಮ ಚಿಂತೆಯ ವಿಷಯ 4:17 മുതൽ 20-24 വരെയുള്ള വാക്യങ്ങളാണ്. 4ನೇ ಅಧ್ಯಾಯ 17ನೇ ವಾಕ್ಯದಿಂದ 24ನೇ ವಾಕ್ಯದವರೆಗೆ ഇവിടെ ഐക്യതയ്ക്ക് ശേഷം വിശുദ്ധിയെ കുറിച്ച് കാണിക്കുകയാണ്. ಐಕ್ಯತೆಯ ನಂತರ ಒಂದು ಪವಿತ್ರತೆಯ ಕುರಿತಾಗಿ ಇಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. ഏതാണ്ട് 1000 പ്രാവശ്യം ഗൂഗിളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 900 പ്രാവശ്യം ബൈബിളിൽ വിശുദ്ധി 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 ഇത് നമുക്ക് കാണുവാൻ കഴിയും. ಆ ವಿಶುದ್ಧಿಯ ಕುರಿತಾಗಿ ಸಾವಿರಾರು ಸಲ ಸತ್ಯವೇದದಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. 900 times 900 ಸಲ ബൈബിളിൽ നമുക്ക് വിശുദ്ധി എന്ന വിഷയം നമുക്ക് കാണുവാൻ ഗുണം കഴിയുന്നുണ്ട്. ನೀತಿಯ ಕುರಿತಾಗಿ 900 ಸಲ ಆ ದೇವರ ವಾಕ್ಯದಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് പാപികൾ പാപം ചെയ്യുന്നതിന് ദൈവത്തിന് അത്ര തലവേദന ഇല്ല.
ಒಂದು ಪಾಪಿ ಪಾಪ ಮಾಡುವಾಗ ದೇವರಿಗೆ ಅಷ್ಟೊಂದು ತಲೆನೋವಿಲ್ಲ. അത്രയും തലവേദന ഇല്ല ഒരു പാപി പാപം ചെയ്യുന്നത് കൊണ്ട്. ಒಂದು ಮನುಷ್ಯನು ಪಾಪಿಯಾಗಿರುವಂತ ಮನುಷ್ಯನು ಅವನು ಪಾಪ ಮಾಡ್ತಾ ಇದ್ದಾನೆ, ದೇವರು ಅಷ್ಟೊಂದು ತಲೆನೋವು ಮಾಡ್ಕೊಳ್ಳೋದಿಲ್ಲ. പാപി രക്ഷിക്കപ്പെടണമെന്നുള്ള ദൈവത്തിന്റെ വലിയൊരു ആഗ്രഹമാണ്. ಆದ್ರೆ ಒಂದು ಪಾಪಿ ದೇವರ ಕಡೆಗೆ തിരികെ അവൻ രക്ഷ ಹೊಂದಬೇಕು, ದೇವರ ಇಚ್ಛೆ ಆಗಿರುತ್ತದೆ. അതിനുവേണ്ടിയാണ് നമ്മെ ഈ ലോകത്തിൽ ആക്കി വെച്ചിരിക്കുന്നത്. ಆ ಕಾರಣಕ್ಕೋಸ್ಕರ ನಮ್ಮನ್ನು ಈ ಲೋಕದಲ್ಲಿ ಆತ ನೇಮಿಸಿದ್ದಾನೆ. അവരോട് സുവിശേഷം പറയുവാൻ വേണ്ടിയാണ്. ಅವರ ಹತ್ರ ನಾವು ಸುವಾರ್ತೆಯನ್ನು ಸಾರಬೇಕು. എന്നാൽ ഒരു വിശ്വാസി പാപം ചെയ്യുന്നത് ദൈവത്തിന് ദഹിക്കുന്നില്ല. ಆದ್ರೆ ಒಂದು ವಿಶ್ವಾಸಿ ಪಾಪ ಮಾಡುವಾಗ ದೇವರಿಗೆ ಜೀರ್ಣವಾಗುವುದಿಲ್ಲ. ഒരു വിശ്വാസി പാപം ചെയ്യുമ്പോൾ വലിയവനായിരിക്കുന്ന ദൈവം ദുഃഖിക്കുന്ന ഒരു അവസ്ഥയാണ്. ಒಂದು ವಿಶ್ವಾಸಿ ಅಥವಾ ನೀತಿವಂತನು ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಇರುವಂತನು ಪಾಪ ಮಾಡುವಾಗ ದೇವರು ಅದರಲ್ಲಿ ದುಃಖಿಸುತ್ತಾನೆ. അതുകൊണ്ടാണ് വിശുദ്ധിയെ കുറിച്ച് 1000-ഓളം പ്രാവശ്യം, അതായത് 900 ടൈംസ് ബൈബിളിൽ വിശുദ്ധിയെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ಆ ಕಾರಣಕ್ಕೋಸ್ಕರ ನೀತಿಯ ಕುರಿತಾಗಿ 9 ಸಲ ಸತ್ಯವೇದದಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. ഈ വായിച്ചതായിരിക്കുന്ന 17 മുതൽ 24 വരെയുള്ള വേദഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വിശുദ്ധി എപ്രകാരം എത്രമാത്രം ആവശ്യമാണ് എന്നുള്ളതിന് ഊന്നൽ കൊടുത്ത് അപ്പോസ്തലനായ പൗലോസ് എഴുതുകയാണ്. ಎಫೆಸರ್ 4:17 24 ಒಂದು ವಿಶ್ವಾಸಿ ನೀತಿಯ ಕುರಿತಾಗಿ ಹೇಗೆ ನಡೆಯಬೇಕೆಂಬುದಂತ ಪ್ರಾಮುಖ್ಯತೆಯನ್ನು ಅಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿರುವಂತದ್ದಾಗಿದೆ. ഇതൊരു വലിയൊരു പ്രാർത്ഥനയാണ് അപ്പോസ്തലനായ പൗലോസിന്റെ. ಅಪೊಸ್ತಲ ಪೌಲನಿಗೆ ಇದು ಬಹಳ ಪ್ರಾಮುಖ್ಯತೆಯಾದಂತ ವಿಷಯವಾಗಿತ್ತು. ഒരു പ്രാർത്ഥനയാണിത്. ಒಂದು ಪ್ರಾರ್ಥನೆಯ ವಿಷಯವಾಗಿತ್ತು. ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ಅವನು ಯಾರಕ್ಕೋಸ್ಕರ ಪ್ರಾರ್ಥಿಸ್ತಾ ಇದ್ದಾನೆ? എഫെസോസിലെ വിശ്വാസികൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ಇರುವಂತ ದೇವ ಭಕ್ತರಿಗೋಸ್ಕರ ಪ್ರಾರ್ಥಿಸ್ತಾ ಇದ್ದಾನೆ. ಎಫೆಸೋಸಿലെ വിശ്വാസികൾ കൂടി എന്താണ് പ്രാർത്ഥിക്കുന്നത്? ಎಫೆಸರ ವಿಶ್ವಾಸಿಗಳಿಗೋಸ್ಕರ ಏನು ಪ್ರಾರ್ಥಿಸ್ತಾ ಇದ್ದಾನೆ? അവരുടെ പ്രശ്നങ്ങളില്ലായിരുന്നോ? ಅವರಿಗೆ ಸಮಸ್ಯೆ ಇರಲಿಲ್ಲವೋ? അവരുടെ രോഗമില്ലാത്ത വിശ്വാസികളായിരുന്നു എല്ലാവരും. ಅವರಿಗೆ ರೋಗ ಇಲ್ಲದಂತ ವಿಶ್ವಾಸಿಗಳಾಗಿದ್ದರು. അവർക്ക് എല്ലാവർക്കും ജോലി ഉണ്ടായിരുന്നു, ജോലി ഇല്ലാത്തവരാരും ഇല്ലായിരുന്നോ? ಅಲ್ಲಿ ಕೆಲಸ ಇಲ್ಲ, ಎಲ್ಲರೂ ಕೆಲಸದಲ್ಲಿ ಇದ್ದಂತರೋ ಅಥವಾ ಕೆಲಸ ಇಲ್ಲದಂತರು ಇದ್ದರು. പ്രശ്നങ്ങള്, പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തതായിരിക്കുന്ന ഏതെങ്കിലും വിശ്വാസികളെ സഭയിൽ ഉണ്ടായിരുന്നുവോ? ಪ್ರಯಾಸ, ಸಮಸ್ಯೆ, ಕಷ್ಟಗಳಿಲ್ಲದೆ ಇರುವಂತ ವಿಶ್ವಾಸಿಗಳಾಗಿದ್ದಾರೋ? ആ വിഷയങ്ങളെ ഒന്നും അപ്പോസ്തലനായ പൗലോസ് തന്റെ പ്രാർത്ഥനയിൽ ഓർക്കുന്നില്ല. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ಈ ರೀತಿಯಂತ ಯಾವ ವಿಷಯಗಳು ಅಪೊಸ್ತಲ ಪೌಲನ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಆತನು ನೆನಪು ಮಾಡಿಕೊಳ್ಳುತ್ತಾ ಇಲ್ಲ. നാം പലപ്പോഴും ആ രീതിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ബ്രദറെ എനിക്ക് തലവേദനയുണ്ട്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ನಾವು ಅನೇಕ ವಾರ್ತಿ ನಾವು ಪ್ರಾರ್ಥಿಸುವಂತದ್ದು ಅಥವಾ ಕೇಳಿಕೊಳ್ಳುವಂತದ್ದು, ಬ್ರದರ್ ನನಗೆ ತಲೆನೋವಿದೆ, ನನಗೋಸ್ಕರ ಪ್ರಾರ್ಥಿಸಿರಿ. ബ്രദർ എന്റെ മോള് മംഗലാപുരത്ത് പോയിരിക്കുകയാണ്, അവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ನನ್ನ മಗಳು ಮಂಗಳೂರಿಗೆ ಹೋಗಿದ್ದಾಳೆ, ಅವಳಿಗೋಸ್ಕರ ಪ್ರಾರ್ಥಿಸಿರಿ. അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ അവളുടെ ആത്മീയ നിലവാരമല്ല, അവൾ നല്ലവണ്ണം പാസ്സായി നല്ല സർട്ടിഫിക്കറ്റുമായിട്ട് തിരിച്ചു വരണം. അതാണ് ആ പിതാവിന്റെ മാതാവിന്റെ ആഗ്രഹം. ಅವಳು ಮಂಗಳೂರಿಗೆ ಹೋಗಿದ್ದಾಳೆ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ಅವಳ ವಿದ್ಯಾಭ್ಯಾಸ ಕುರಿತಾಗಿ ಅವಳು ಉನ್ನತವಾದ ರೀತಿಯಲ್ಲಿ ಅಲ್ಲಿಂದ ಹಿಂದೆ ತಿರುಗಿ ಬರಬೇಕೆಂಬುದಾಗಿ ಅವರ ಮನೋಭಾವ, ಅವರ ಆತ್ಮಿಕವಾದಂತ ವಿಷಯಗಳಿಗೋಸ್ಕರವಲ್ಲ. എന്റെ ജീവിതത്തിൽ ഡയബറ്റീസ് ഉണ്ട്, ക്യാൻസർ ഉണ്ട്, ഹാർട്ടിന്റെ പ്രശ്നമുണ്ട്, ഇതെല്ലാത്തിനും വേണ്ടി ബ്രദറെ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ನನಗೆ ಡಯಾಬಿಟಿಸ್ ಇದೆ, ಕ್ಯಾನ್ಸರ್ ಇದೆ, ಅನೇಕ ಸಮಸ್ಯೆಗಳಿದೆ, ಇದಕ್ಕೆಲ್ಲದಕ್ಕೋಸ್ಕರ ನೀವು ಬ್ರದറെ പ്രാർത്ഥിಸಬೇಕು ಎಂಬುದಾಗಿ. ഈ വിധ പ്രശ്നങ്ങളോട് കൂടിയതായിരിക്കുന്ന ഒരു സഭയായിരുന്നു ഈ എഫെസോസ് സഭയെങ്കിലും എഫെസോസിലോ ഫിലിപ്പിയിലോ കൊലോസിയിലോ ഉള്ളതായിരിക്കുന്ന വിശ്വാസികളെ കുറിച്ച് ആവർത്തിച്ച് അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്നുവെങ്കിലും ഈ വിധത്തിലുള്ളതായിരിക്കുന്ന ഒരു വിഷയവും അതിനകത്ത് അടങ്ങിയിട്ടില്ല. ಈ ರೀತಿಯಾದಂತ ಎಲ್ಲಾ ಸಮಸ್ಯೆಗಳಿರುವಂತ ಸಭೆಗಳೇ ಆಗಿದ್ದವು. ಎಫೆಸೋಸ್, ಫಿಲಿಪ್ಪಿ, ಕೊಲೋಸೆ ಸಭೆಗಳಾದರೂ ಅವರನ್ನು ಪ್ರಾರ್ಥಿಸುವಂತದ್ದು ಈ ರೀತಿಯಾದಂತ ವಿಷಯಕ್ಕೋಸ್ಕರವಲ್ಲ. ಅದು ಪ್ರಾರ್ಥಿக்கிறದಲ್ಲ, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വിഷയങ്ങൾ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. ಆ ಕಾರಣಗಳಿಗೋಸ್ಕರ ಪ್ರಾರ್ಥನೆ ಮಾಡಬಾರದೆಂಬುದಾಗಿ ಅಲ್ಲ, പ്രാർത്ഥന മുഖ്യമായിരിക്കുന്ന വിഷയം, ಆದ್ರೆ ಪ್ರಾಮುಖ್ಯವಾಗಿರುವಂತ ಒಂದು നമ്മുടെ മക്കളുടെയും നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ ആത്മീയമായ ജീവിത നിലവാരം എപ്രകാരമായിരിക്കുന്നു എന്നുള്ളത് അനുസരിച്ചായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ನಮ್ಮ ಪ್ರಾರ್ಥನೆಯ ಒಂದು ಪ್ರಾಮುಖ್ಯತೆ ನಮ್ಮ ಕುಟುಂಬ, ನನ್ನ ಮಕ್ಕಳು, ನಮ್ಮ ಮಕ್ಕಳ ಆತ್ಮಿಕವಾದಂತ ನಿಲವಾರ ಯಾವ ರೀತಿಯಲ್ಲಿ ಇದೆ ಎಂಬುದಂತ ಪ್ರಾಮುಖ್ಯತೆ. അങ്കിളെ ബ്രദറെ എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, സമയം എടുക്കാൻ കഴിയുന്നില്ല, എനിക്കൊരു പ്രാർത്ഥിക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ಬ್ರದರೇ ನನಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡ್ಲಿಕ್ಕೆ ಆಗುತ್ತಾ ಇಲ್ಲ, ನನಗೋಸ್ಕರ ಪ್ರಾರ್ಥನೆ ಮಾಡಿರಿ ಎಂಬುದಾಗಿ ಯಾರಾದ್ರೂ ಇಲ್ಲಿ ಕೇಳಿಕೊಂಡು. എനിക്ക് ബൈബിൾ സ്റ്റഡിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല, ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കണേ. ಬೈಬಲ್ ಕ್ಲಾಸ್ ನಾನು ನೋಡಿಕೊಳ್ಳಬೇಕೆಂಬುದಾಗಿ ಇಚ್ಛೆ ಇದೆ, ಅದರ ಆಗುತ್ತಾ ಇಲ್ಲ, ಯಾರಾದ್ರೂ പൗലോസ് എവിടെ കിടന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാമോ? അപ്പോസ്തല പൗലನು ಎಲ್ಲಿ ಕೂತ್ಕೊಂಡು ಈ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಾ ചങ്ങല ധരിച്ചുകൊണ്ട് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഫെസ വിശ്വാസികൾക്ക് വേണ്ടി എഴുതുകയാണ്. ಸರಪಣಿಯಲ್ಲಿ ಬಂಧಿತನಾಗಿ ಕಾರಾಗೃಹದಲ್ಲಿ ಇದ್ದುಕೊಂಡು ಆತನು
ಎಫೆಸ ಸಭೆಗೋಸ್ಕರ ಆತನು ಪ್ರಾರ್ಥಿಸುವಂತ താൻ ഒരിക്കലും പറഞ്ഞില്ല ആരെങ്കിലും ആധാരം എന്തെങ്കിലും എടുത്തുകൊണ്ട് വന്ന് ജാമ്യത്തിൽ എന്നെ ഒന്ന് ഇറക്കണം പ്രാർത്ഥിച്ചില്ല. ಆತನು ಯಾವಾಗಲೂ ಈ ರೀತಿಯಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಲಿಲ್ಲ. ಯಾರಾದ್ರೂ ಸಹೋದರ ತನ್ನ ಆಸ್ತಿಯಲ್ಲಿ ಸ್ವಲ್ಪ ಹಣವನ್ನು ಹಿಡಿದುಕೊಂಡು ನನ್ನನ್ನು ಬಿಡಿಸಲಿ ಎಂಬುದಾಗಿ തനിക്ക് സമ്പൂർണ്ണമായിരിക്കും ധൈര്യവും വിശ്വാസം ഉണ്ടായിരിക്കുന്നു. മരിക്കുന്നുവെങ്കിൽ ഞാൻ ക്രിസ്തുവിന് വേണ്ടി മരിക്കും, ജീവിക്കുന്നുവെങ്കിൽ ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും. ಆತನ ಪ್ರಾರ್ಥನೆ ನಾನು ಇರುವುದಾದ್ರೆ ಕ್ರಿಸ್ತನಿಗೋಸ್ಕರ, ಸಾಯುವುದಾದ್ರೂ ಕ್ರಿಸ್ತನಿಗೋಸ್ಕರ ಎಂಬುದಂತ ಪ್ರಾರ್ಥನೆ ಉಳ್ಳಂತನಾಗಿದ್ದನು. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. ಆ ರೀತಿಯಾಗಿ ನಾವು ಅಪೊಸ್ತಲ ಪೌಲನನ್ನು ನೋಡುವಾಗ ಯಾವ ಸಮಸ್ಯೆ ಇರಲಿಲ್ಲವೋ. കൊരിന്ത്യർ ലേഖനം നാം 2 കൊരിന്ത്യർ വായിക്കുമ്പോൾ പച്ചയായ പൗലോസിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. 2 ಕೊರಿಂಥದಲ್ಲಿ ನಾವು ನೋಡುವಾಗ ಆ ಪೌಲನ ಸಂಪೂರ್ಣತೆಯನ್ನು ನಾವು ಕಾಣಬಹುದು. ಒಂದು ಆತನ എന്ന് പറഞ്ഞാൽ സമുദ്രത്തിലെ ആപത്ത്, ಸಮುದ್ರದಲ್ಲಿರುವಂತಹ കള്ളന്മാരുള്ള ആപത്ത്, കള്ളರಿಂದ ಬರುವಂತ ಆಪತ್ತು, സ്വന്തം സഹോദരന്മാരുള്ള ആപത്ത്, ಸ್ವಂತ ಸಹೋದರಿಂದ ಆಪತ್ತು എന്ന് പറഞ്ഞ വലിയൊരു ലിസ്റ്റ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയും. ಈ ರೀತಿಯಾದ ಒಂದು ದೊಡ್ಡದಾದಂತ ಒಂದು ಲಿಸ್ಟ್ ಆತನು ಬರೆಯಲ್ಪಡುವಂತ അവിടെ എഴുതിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ കൊണ്ട് ആരോടും ഞാൻ അപേക്ഷിച്ചിട്ടില്ല. ಆತನು ಅನೇಕ ಸಮಸ್ಯೆಗಳನ್ನು ಅಲ್ಲಿ ಬರೆದು ಯಾರಿಗೂ ಅದಕ್ಕೋಸ್ಕರ ഈ ಪ್ರಾರ್ಥಿಸಲಿಕ್ಕೆ ലേഖനത്തിന്റെ ഒക്കെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് ദൈവമക്കളായിരിക്കുന്ന ദൈവസഭയിലുള്ളതായിരിക്കുന്ന വിശ്വാസികളുടെ ആത്മീയ നിലവാരം ഉയരണം എന്നുള്ളതായിരുന്നു. ಈ ರೀತಿಯಾದಂತಹ ಸಮಸ್ಯೆ ಇದ್ದಲ್ಲೂ ಆತ್ಮಿಕವಾದಂತಹ ನೆಲವಾರ ಉನ್ನತವಾಗಿ ಹೋಗಬೇಕು ಎಂಬುದಾಗಿ ಪ್ರಚೋದನೆ ಕೊಡುವಂತ ವ್ಯಕ್ತಿಯಾಗಿದ್ದನು. ഇവിടെ നമുക്ക് കാണുവാൻ 21 വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 21ನೇ ವಾಕ್ಯಕ್ಕೆ ನಾವು ತಿರುಗಿ ಬರುವಾಗ ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. 4-ാം അധ്യായത്തിന്റെ 20 20ನೇ ವಾಕ್ಯ. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെ കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. അതിന്റെ 17ാം വാക്യം നമ്മൾ വായിച്ചല്ലോ. 17 വാക്യ സ്ഥാനം 17ാം വാക്യം. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ ജാതികളെ പോലെ നടക്കുവാൻ പാടില്ല. ಜಾತಿಯ ರೀತಿಯಲ್ಲಿ ನಾವು ನಡೆದುಕೊಳ್ಳಬಾರದು. ജാതികൾ എങ്ങനെ നടക്കുന്നു അതുപോലെ നമ്മൾ നടക്കുവാൻ തൊന്നും പാടില്ല. ಅನ್ಯ ಜನರು ಯಾವ ರೀತಿಯಲ್ಲಿ ನಡೆಯುತ್ತಾರೆ ಆ ರೀತಿಯಾಗಿ ನಾವು ನಡೆಯಬಾರದು. നാം നടക്കുന്നതിൽ കൂടി ദൈവ പ്രസാദം, ദൈവ മഹത്വം കാണണം. ആ രീതിയിൽ വേണം നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട്. ನಾವು ನಡೆಯುವಂತ ಮುಖಾಂತರ ದೇವರ ಪ್ರಸನ್ನತೆ ನಮ್ಮ ಮುಖಾಂತರ ಅದು ತೋರಲ್ಪಡಬೇಕು. ಆ ರೀತಿಯಾಗಿ ನಾವು ನಡೆಯಬೇಕು. 1 പത്രോസിലേക്ക് നാം കടന്നു വരുമ്പോൾ 1 ಪೇತ್ರನಿಗೆ ನಾವು ತಿರುಗಿ ಬರುವಾಗ 1ാം അധ്യായത്തിന്റെ 14ാം വാക്യം, 1ನೇ ಅಧ್ಯಾಯ 14ನೇ ವಾಕ್ಯ. 1 ಪೇತ್ರ 1ನೇ ಅಧ್ಯಾಯ 14ನೇ ವಾಕ್ಯ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുന്നു. 16ാം വാക്യം. 16ನೇ ವಾಕ್ಯ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ನಾನು ಪರಿಶುದ್ಧನಾಗಿರುವ ರೀತಿಯಲ್ಲಿ ನೀವು ಪರಿಶುದ್ಧರಾಗಬೇಕು. എന്തുകൊണ്ട് നമ്മൾ വിശുദ്ധരായിരിക്കണം? ಯಾವ ಕಾರಣಕ್ಕೋಸ್ಕರ ನಾವು ವಿಶುದ್ಧರಾಗಿರಬೇಕು? നമ്മുടെ ഗുരു വിശുദ്ധനായിരിക്കുന്നു. ನಮ್ಮ ಗುರು ಪರಿಶುದ್ಧನಾಗಿರುವಂತ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധനായിരിക്കാൻ ನಮ್ಮ ಯೇಸು ಕ್ರಿಸ್ತನು ಪರಿಶುದ್ಧನಾಗಿರುವ ಕಾರಣ താൻ പറയുന്നത്, ഞാൻ നിങ്ങളെ വിളിച്ചുവെങ്കിൽ നിങ്ങളും വിശുദ്ധരായി ജീവിക്കണം. ನಾನು ನಿಮ್ಮನ್ನು ಕರೆದಿರುವುದಾದರೆ ನೀವು ಪರಿಶುದ್ಧರಾಗಿರಬೇಕು. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും നിങ്ങൾ വിശുദ്ധരായി ജീവിക്കണം. എല്ലാ ನಡತೆಯಲ್ಲಿ ನೀವು ಪರಿಶುದ್ಧರಾಗಿ ಇರುವಂತರಾಗಿರಬೇಕು. നാം വിശുദ്ധരായി ജീവിക്കേണ്ടത് ആവശ്യമാണ്. ನಾವು ಪರಿಶುದ್ಧರಾಗಿ ಜೀವಿಸುವಂತದ್ದು ಅದು ಅವಶ್ಯಕತೆ ಆಗಿರುವಂತದ್ದು. ജാതികളെ പോലെ നടക്കുവാൻ പാടില്ല. ಅನ್ಯ ಜನರ ರೀತಿಯಲ್ಲಿ ನಡೆಯುವಂತರಾಗಿರಬಾರದು. നാം ഒരിക്കൽ ജാതികളായിരുന്നു. ನಾವು ಒಂದಾವರ್ತಿ ಅನ್ಯರಾಗಿ ആ ജാതികളുടെ സ്വഭാവത്തിൽ നിന്നും ആ രീതിയിൽ നിന്നും ഒരിക്കൽ നാം ടാറ്റ പറഞ്ഞ് മുൻപോട്ട് വന്നതാണ്. ಲೌಕಿಕವಾದ ರೀತಿಯಲ್ಲಿ ನಡೆಯುವಂತರು ಒಂದಾವರ್ತಿ ನಾವು ಅದಕ್ಕೆ ಟಾಟಾ ಗುಡ್ ಬೈ ಹೇಳಿ ಬಂದಂತ ആ സ്വഭാവത്തിലേക്ക് ഇനി നമ്മൾ ഒരിക്കലും പോകുവാൻ പാടില്ല. ಆ ಸ್ವಭಾವಕ್ಕೆ ನಾವು ಮತ್ತೆ ಹಿಂದಿರುಗಿ ಹೋಗಬಾರದು. ഇവിടെ ഇരിക്കുന്ന യുവാക്കളോട് എനിക്കൊരു കാര്യം പറയുവാൻ ഉണ്ട്. ಇಲ್ಲಿ ಅನೇಕರು ಯವನಸ್ಥರಿದ್ದಾರೆ. നിങ്ങൾ ഇവിടെ കടന്നു വന്ന് വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ ഇരിക്കുമ്പോൾ ಇಲ್ಲಿ ಬಂದಿರುವಂತದ್ದು ಬಹಳ ಸಂತೋಷವಾಗಿ നിങ്ങളുടെ മാതാപിതാക്കൾ അനുഭവിച്ചായിരിക്കുന്ന വ്യഥകൾ നിങ്ങളൊന്ന് ഓർക്കണം. ನಿಮ್ಮ ತಂದೆ ತಾಯಿಗಳು ಪಟ್ಟಂತ ಕಷ್ಟ
ಕಷ್ಟಾನುಭವ ನೀವು അവര് ನೆನೆಸಿಕೊಳ್ಳಬೇಕು. അവർക്ക് ഇത്ര ഈസി അല്ലായിരുന്നു അവരുടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ. ಇಷ್ಟೊಂದು ಸುಲಭವಾಗಿರಲಿಲ್ಲ ಈ ಕ್ರೈಸ್ತಿಯ ಜೀವಿತ ಅವರಿಗೆ. ഒരുപക്ഷെ കിടന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ വീട് വിട്ട് ഇറങ്ങിയതായിരിക്കുന്ന അവസ്ഥ അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ಅವರ ತಂದೆ ತಾಯಿಯೋ ಇಲ್ಲಾಂದ್ರೆ ಅವರ ಪೂರ್ವಿಕರೋ ಈ ಕ್ರಿಸ್ತನಿಗೋಸ್ಕರ ಅವರು ಮನೆ ಬಿಟ್ಟು ಹೊರಗಡೆ ಬಂದಂತವರಾಗಿದ್ದಾರೆ. മരത്തെ കെട്ടിവെച്ച് അടിച്ചതായിരിക്കുന്ന അനേകരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഇടയായിട്ടുണ്ട്. ಮರಕ್ಕೆ ಕಟ್ಟಿ ಅನೇಕರನ್ನು ಹೊಡೆದಿರುವಂತ ಸಾಕ್ಷಿಗಳನ್ನು ನಾವು ಕೇಳಿದ್ದೇವೆ. അവരുടെ കണ്ണീരൊഴുക്കിയ പ്രാർത്ഥനയാണ് പ്രിയരെ നാം ഓരോരുത്തരും ഇന്ന് ഇവിടെ സന്തോഷത്തോടു കൂടി ദൈവത്തെ ആരാധിപ്പാനായിട്ട് നാം കടന്നു വന്നിരിക്കുന്നത്. ಅವರ ಕಣ್ಣೀರಿನ ಪ್ರಾರ್ಥನೆ ಈ ದಿವಸ ನಾವು ಇಲ್ಲಿ ಸಂತೋಷದಿಂದ ಇಲ್ಲಿ ಸೇರಿರುವಂತ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് എഫെസ്യ വിശ്വാസികളോട് പറയുമ്പോൾ ಈ ಕಾರಣಕ್ಕೂ ಅಪೊಸ್ತಲ ಪೌಲನು ಕ್ರಿಸ್ತಿಯ ವಿಶ್ವಾಸಿಗಳಿಗೆ ಹೇಳುವಾಗ നിങ്ങൾ ജാതികളെ പോലെ നിങ്ങൾ നടക്കരുത്, ನೀವು ಜಾತಿಯ ರೀತಿಯಲ್ಲಿ ನೀವು ನಡೆಯಬಾರದು എന്ന് പറഞ്ഞാൽ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ജാതികളെ പോലുള്ളതായിരിക്കുന്ന സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. ಅನ್ಯರಲ್ಲಿ ಇರುವಂತ ಸ್ವಭಾವವು ನಿಮ್ಮಲ್ಲಿ ಇರಬಾರದು. ജാതികൾ സംസാരിക്കുന്നത് പോലെ നിങ്ങൾ സംസാരിക്കുവാൻ പാടില്ല. ಅನ್ಯರು ಮಾತನಾಡುವ ರೀತಿಯಲ್ಲಿ ನೀವು ಮಾತನಾಡಬಾರದು. മുമ്പ് ഈ നാവ് സൈത്താന്റെ ആയിരുന്നു, ಹಿಂದೆ ಈ ನಾಲಿಗೆ ಅದು ಸೈತಾನನದಾಗಿತ್ತು. ഇപ്പോൾ കർത്താവ് പറയാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തിരിക്കുകയാണ് നിന്റെ നാവ്. ಇಂದು ಕರ್ತನು ಹೇಳುವಂತದ್ದು ಅದನ್ನು ನಾನು ಕ್ರಯಕ್ಕೆ ഈ ತೆಗೆದುಕೊಂಡಿದ್ದೇನೆ. നാവ് ഉപയോഗിക്കുവാൻ നിനക്ക് സ്വാതന്ത്ര്യമില്ല. നിന്റെ നാവിനെ പർച്ചേസ് ചെയ്തായിരിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിന് മാത്രമേ ഇതിന്മേൽ അധികാരമുള്ളൂ. ಈ ನಾಲಿಗೆಯನ್ನು ನಿನ್ನ ಇಷ್ಟಾನುಸಾರವಾಗಿ ಉಪಯೋಗಿಸಲು ಇದಕ್ಕೆ ನಿನಗೆ ಅವಕಾಶ ಇಲ್ಲ. ಇದನ್ನು ನಾನು ಕ್ರಯಕ್ಕೆ ತೆಗೆದುಕೊಂಡಿದ್ದೇನೆ. ಇದು ನನ್ನದಾಗಿರುವಂತದ್ದಾಗಿದೆ. നിന്റെ വാക്കുകൾ എപ്പോഴും കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കത്തക്ക രീതിയിലുള്ള വാക്കുകൾ മാത്രമേ നിന്റെ നാവിൽ നിന്ന് ഉയരുവാൻ പാടുള്ളൂ. ನಿನ್ನ ನಾಲಿಗೆಯ ನಿನ್ನ ಬಾಯಿಂದ ಬರುವಂತಹ ಮಾತುಗಳು ಅನ್ಯರಿಗೆ ಕೇಳುವಾಗ ಅದು ಪ್ರಸನ್ನತೆ ತರುವಂತ ರೀತಿಯಲ್ಲಿ ಮಾತನಾಡುವಂತನಾಗಿರಬೇಕು. ജാതികൾ നടക്കുന്നത് പോലെ നിങ്ങൾ നടക്കുവാൻ പാടില്ല. ಅನ್ಯರು ನಡೆಯುವ ರೀತಿಯಲ್ಲಿ ನೀನು ನಡೆಯಬಾರದು. ഈ മധ്യാഹ്ന വേളയിൽ പ്രിയരെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. ಮಧ್ಯಾಹ್ನ ವೇಳೆಯಲ್ಲಿ ನಮ್ಮನ್ನು ನಾವೇ ನಾವು ನೋಡಿಕೊಳ್ಳೋಣ. കാൽവരി ക്രൂശിൽ ഗതസമനയിലേക്ക് കടന്നുപോയി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് കടന്നുപോയത്. ಆ ಕ್ರಿಸ್ತನು ಕಾಲುವೆ ಶಿಲುಬೆ ಗತ್ಸೆಮನೆಯಿಂದ ಹಾದು ಹೋಗಿರುವಂತದ್ದು ನನ್ನನ್ನು ನಮ್ಮನ್ನು ಬಿಡಿಸ್ಲಿಕ್ಕೋಸ್ಕರ ಆಗಿರುವಂತದ್ದಾಗಿದೆ. ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മക്കളായി തീർന്നത് മുഖാന്തരം നമുക്ക് അനേക ഉപദ്രവങ്ങൾ സഹിക്കുവാൻ ഉണ്ട്. ಈ ಕ್ರಿಸ್ತನು ಅಂಗೀಕಾರ ಮಾಡಿಕೊಂಡ ನಂತರ ಅನೇಕ ಸಮಸ್ಯೆಗಳು ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಬರುವಂತದ್ದಾಗಿರುತ್ತದೆ. കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, ಯೇಸು ಕ್ರಿಸ್ತನ ಒಂದಾರ್ಥಿ ಈ ರೀತಿಯಾಗಿ നിങ്ങൾ ಹೇಳಿದನು, ഈ ലോകത്തിൻ്റെതായിരുന്നപ്പോൾ ലോകം നിങ്ങളെ സന്തോഷിപ്പിച്ചു. ನೀವು ಲೋಕದವರು ಆಗಿರುವಾಗ ನೀವು ಲೋಕದವರು ನಿಮ್ಮನ್ನು ഒരു ಸಂತೋಷಪಡಿಸಿದರು. കുഴപ്പമില്ലായിരുന്നു, ನಿಮಗೆ ಯಾವೊಂದು ಸಮಸ್ಯೆ ഒരു ಇರಲಿಲ್ಲ, ഉപദ്രവമില്ലായിരുന്നു. ಯಾವೊಂದು ಉಪದ್ರವವೂ ಇಲ್ಲ. നിങ്ങൾ ലോകത്തിന് അനുസരിച്ച് ജീവിച്ചപ്പോൾ ನೀವು ಲೋಕಕ್ಕೆ ಅನುಸಾರವಾಗಿ ನಡೆದಾಗ, ഞാനിപ്പോൾ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു ലോകത്തിൽ നിന്നും, ಆದ್ರೆ ನಿಮ್ಮನ್ನು ನಾನು ಆ ಲೋಕದಿಂದ ಆರಿಸಿಕೊಂಡಂತದ್ದಾಗಿದ್ದೇನೆ. അതുകൊണ്ട് അവർ നിങ്ങളെ ഉപദ്രവിക്കും. ಆ ಕಾರಣಕ್ಕೋಸ್ಕರ ಅವರು ನಿಮ್ಮನ್ನು ಉಪದ್ರವಿಸುತ್ತಾರೆ. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം ഈ മധ്യാഹ്ന വേളയിൽ. ಈ ಮಧ್ಯಾಹ್ನ ವೇಳೆಯಲ್ಲಿ ನಮ್ಮನ್ನು ನಾವೇ ತಿರುಗಿ ನೋಡಿಕೊಳ್ಳೋಣ. ഒരു പദം കൂടെ വായിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് ഞാൻ സമാപ്തി ಒಂದು കൊടുക്കാം. ವಾಕ್ಯವನ್ನು ಓದಿಕೊಂಡು ಈ ಮಾತುಗಳನ್ನು എഫെസ്യർക്ക് ലേഖനത്തിലേക്ക് തിരിച്ചു വരാം. 4-ാം അധ്യായം ಎಫೆಸೀಯ 4ನೇ ಅಧ್ಯಾಯಕ್ಕೆ ನಾವು ತಿರುಗಿ ಬರೋಣ. അതിന്റെ 22 24 വാക്യം. 22 ಹಾಗೂ 24ನೇ ವಾಕ್ಯ. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളു. പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് കളയണം. ಆ ಹಿಂದಿನ ಆ ಸ್ವಭಾವವನ್ನು ನಾವು ತೆಗೆದು ಬಿಸಾಡಬೇಕು. ഏതായി പഴയ മനുഷ്യൻ? ಈ ಹಳೆ ಮನುಷ್ಯ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ಯಾರು? വസ്ത്രധാരണത്തോടുള്ള ബന്ധത്തിലാണ് ഇവിടെ കാണുന്നത്. ಇದು ಒಂದು ವಸ್ತ್ರ ನಾವು ಧರಿಸುವಂತ ಉಡುಪಿನ ರೀತಿಯಲ್ಲಿ. പഴയ മനുഷ്യൻ, പുതിയ മനുഷ്യൻ. ಹೊಸ ಮನುಷ್ಯ, ಹಳೆ ಮನುಷ್ಯ. നമ്മൾ പഴയ മനുഷ്യനെ ധരിച്ചിരുന്നു, ನಾವು ಹಳೆ ಮನುಷ್ಯನನ್ನು ಧರಿಸಿಕೊಂಡಿದ್ದೆವು. പുതിയ മനുഷ്യനെ ധരിക്കണമെന്നുണ്ടെങ്കിൽ പഴയ മനുഷ്യനെ ഉരിഞ്ഞാൽ ഒക്കെയുള്ളൂ. ಹಳೆ ಮನುಷ್ಯನ ಹೊಸ ಮನುಷ್ಯನಾಗಬೇಕಾದ್ರೆ ಹಳೆ ಮನುಷ್ಯನನ್ನು ತೆಗೆದು ಹಾಕಲೇಬೇಕು. ഇവിടെ ആരെങ്കിലും ഉണ്ടോ കിച്ചണിൽ ജോലി ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ കണ്ടെത്തി പോയി ജോലി ചെയ്ത ശേഷം അതേ വസ്ത്രം ഇട്ടുകൊണ്ട് അതിന്റെ മേലിൽ പുതിയ വസ്ത്രം ഇടുന്ന ആരെങ്കിലും ഇവിടെ? ನೀವು ಗದ್ದೆ ತೋಟದಲ್ಲಿ ಕೆಲಸ ಮಾಡಿ ಅದೇ ವಸ್ತ್ರವನ್ನು ಧರಿಸಿಕೊಂಡು ನೀವು ಯಾವುದಾದ್ರೂ ಫಂಕ್ಷನ್ಗೆ ಹೋಗುವಂತರ ಯಾರಾದ್ರೂ ಇಲ್ಲಿ ಇದ್ದಾರೋ? ആരുമില്ല. എന്നാൽ പഴയ മനുഷ്യനോടുകൂടെ പുതിയ മനുഷ്യനെ ധരിക്കുന്നവരാ നമ്മൾ എല്ലാവരും, മറക്കരുത്. ನಾವು ಒಂದು ವಿಷಯ ನೆನಪಿನ, ಹಳೆ ಮನುಷ್ಯನಿಂದ ನಾವು ಹೊಸ ಮನುಷ್ಯನನ್ನು ಧರಿಸಿಕೊಳ್ಳುವಂತರಾಗಿದ್ದೇವೆ. പഴയ മനുഷ്യനെ ഊരി കളയണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ಹಳೆ ಮನುಷ್ಯನನ್ನು ತೆಗೆದು ಬಿಚ್ಚಿ ಬಿಸಾಡಬೇಕು. പഴയ മനുഷ്യനെ കളയണം. പഴയ വസ്ത്രം ഇനി വേണ്ട.
ಹಳೆ ಮನುಷ್ಯನನ್ನು ಬಿಸಾಡಬೇಕು, ಇನ್ನು ಹಳೆ ವಸ್ತ್ರ ಬೇಡ. നാം എന്താ ചെയ്യുന്നത്? നമ്മുടെ ഡ്രസ്സിംഗ് റൂമിൽ പോകുന്നു, ನಾವು ಡ್ರೆಸ್ಸಿಂಗ್ ರೂಮಿಗೆ ಹೋಗುತ್ತೇವೆ, പഴയ വസ്ത്രം ഊരുന്നു, ಹಳೆ ವಸ್ತ್ರವನ್ನು ಧರಿಸುತ್ತೇವೆ, പുതിയ വസ്ത്രം എടുത്തിടുന്നു. ಹೊಸ ವಸ್ತ್ರವನ್ನು പഴയ ಧರಿಸಿಕೊಳ್ಳುತ್ತೇವೆ. വസ്ത്രത്തിന്റെ മേളിൽ ആരും പുതിയ വസ്ത്രം ധരിക്കാറില്ല. ಹಳೆ ವಸ್ತ್ರದ ಮೇಲೆ ಯಾರು ಹೊಸ ವಸ್ತ್ರವನ್ನು ಧರಿಸಿಕೊಳ್ಳುವುದಿಲ್ಲ. ആരെങ്കിലും ധരിക്കുന്നവരുണ്ടെങ്കിൽ ചില ഭ്രാന്തന്മാർ ധരിക്കാറുണ്ട്. പഴയ വസ്ത്രത്തിൽ കിട്ടുന്നൊക്കെ എടുത്ത് മേളിൽ ഇടുന്നവരുണ്ട്. ಹುಚ್ಚರು ಮಾತ್ರ ಆ ತರ ಆಗ್ತಾರೆ, ಹಳೆ ವಸ್ತ್ರದ ಮೇಲೆ 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 ಬಟ್ಟೆಗಳನ್ನು ಹಾಕಿಕೊಳ್ಳುತ್ತಾರೆ. പിന്നെ ചിലരുണ്ട്, നമ്മുടെ വസ്ത്രങ്ങളൊക്കെ നല്ല നല്ല വസ്ത്രങ്ങൾ ചെറുതായി കഴിയുമ്പോൾ അതെടുത്ത് അൽമേരയ്ക്ക് അത് സൂക്ഷിച്ചു വെക്കും. ನಮ್ಮ ಒಳ್ಳೆ ವಸ್ತ್ರಗಳಿದ್ದರೆ ಅದು ಸಣ್ಣದಾದ್ರೆ ಅದನ್ನು ತೆಗೆದುಕೊಂಡು ಜೋಪಾನವಾಗಿ ನಾವು ಅಲ್ಮಾರಿಯಲ್ಲಿ ಇಡುತ್ತೇವೆ. ആർക്കും കൊടുത്തുകൂടാന്ന് ചോദിച്ചില്ലല്ലോ, വേണ്ട വേണ്ട, ഇത് നല്ലതാണ്, ഇരിക്കട്ടെ. ಅದು ಸಣ್ಣದಾದರೂ ಅದು ಅಲ್ಮಾರಿಯಲ್ಲಿ ಇರಲಿ, ಅದನ್ನು ಕೊಡ್ಬೋದಲ್ಲ, ಬೇರೆ ಯಾರಾದ್ರೂ ಹಾಕಿಕೊಳ್ಬೋದಲ್ಲ ಅಂದಾಗಿ ಕೇಳುವಾಗ അപ്പൊ ഈ പഴയ വസ്ത്രം ഇപ്പൊ എവിടെ ഇരിക്കുന്നേ? ಈ ಹಳೆ ವಸ್ತ್ರಗಳೆಲ್ಲ ಎಲ್ಲಿವೆ? ഉരിഞ്ഞ് കളയണമെന്നാ പറഞ്ഞത്. ತೆಗೆದು ಬಿಸಾಡಿರಿ ಎಂಬುದಾಗಿ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ബിന്നിൽ ഇടണമെന്നാ പറഞ്ഞിരിക്കുന്നേ. ಹೇಳಿದರೆ ವೇಸ್ಟ್ ಬಿನ್ಗೆ ಹಾಕಬೇಕೆಂಬುದಾಗಿ ഇപ്പൊ ಬರೆಯಲ್ಪಟ್ಟಿದೆ. അത് എവിടെ ഇരിക്കുന്നേ? ಈಗ ಅದು ಎಲ್ಲಿದೆ? അലമാരിക്കകത്തിരിക്കുക. ಅಲ್ಮಾರಿಯಲ್ಲಿದೆ. സ്വാമി സ്ത്രീ എന്തെങ്കിലും ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ, ಸಾಧಾರಣ ಒಂದು ಜಗಳ ಉಂಟಾದರೆ, സ്വാമി സ്ത്രീ അല്ല, പുരുഷനും സ്ത്രീ, ഭാര്യ ഭർത്താക്കൻ, ಗಂಡ ಹೆಂಡತಿಯರಲ್ಲಿ ಒಂದು ಜಗಳವಾದರೆ, ഭാര്യ ഭർത്താക്കന്മാർ എന്തെങ്കിലും കശ്മിശ വന്നു കഴിഞ്ഞാൽ ಗಂಡ ಹೆಂಡತಿಯರಲ್ಲಿ ಏನಾದ್ರು ಒಂದು ಸಣ್ಣ ಗಲಿಬಿಲಿ ಆದರೆ ഉടനെ അൽമേര തുറക്കും, ತಕ್ಷಣ ಅಲ್ಮಾರಿಯನ್ನು ആ ತೆಗಿತಾರೆ, പഴയ വസ്ത്രം എടുത്തോണ്ട് വരും. ಆ ಹಳೆ ವಸ್ತ್ರವನ್ನು ತೆಗೆದುಕೊಂಡು ಬರ್ತಾರೆ. എടുക്കാൻ പാടില്ല, ತೆಗೆಯಬಾರದು, അൽമേരക്കകത്ത് വെക്കാൻ പാടില്ല. ಅಲ್ಮಾರಿಯಲ್ಲಿ ಅದನ್ನು ಇಡಬಾರದು. മാതാപിതാക്കളോ മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ಮಕ್ಕಳಲ್ಲಿಯೋ ತಂದೆ ತಾಯಿಗಳಲ್ಲಿಯೋ ಸಮಸ್ಯೆ നമ്മൾ ಉಂಟಾಗುವಾಗ ഒരിക്കൽ എറിഞ്ഞു കളഞ്ഞതായിരിക്കുന്ന ആ വസ്ത്രത്തെ പിന്നെടുക്കുവാൻ പാടില്ല. ಆ ತೆಗೆದು ಬಿಸಾಡಿರುವಂತ ವಸ್ತ್ರವನ್ನು ಪುನಃ ನಾವು ಧರಿಸಿಕೊಳ್ಳಬಾರದು. പലപ്പോഴും നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ಅನೇಕ ವರ್ಷ ನಾವು ಅದನ್ನು ಜೋಪಾನವಾಗಿ ചില സമയം വരുമ്പോൾ ಕೆಲವು ಸಂದರ್ಭ ಬರುವಾಗ നമ്മൾ പറയും, ನಾವು ಹೀಗೆ ಹೇಳ್ತೇವೆ, എന്റെ പണ്ടത്തെ സ്വഭാവമായിരുന്നെങ്കിൽ, ನಾವು ಕೆಲವೊಮ್ಮೆ ಹೇಳುತ್ತೇವೆ, ನನ್ನ ಹಳೆ ಸ್ವಭಾವ ಆಗಿದ್ದಲ್ಲಿ ഞാൻ എങ്ങനെയാണെന്ന് അറിയാമോ? ನಾನು ಏನಾಗಿದ್ದೇನೆ ಗೊತ್ತೋ? അതറിയാം, അൽമാരൊക്കെ തിരിപ്പുണ്ട്. ಅದೆಲ್ಲ ಇನ್ನ ಅಲ್ಮಾರೆಗಳಲ್ಲೇ ಇವೆ. പാടില്ല. ಇದು ಆಗಬಾರದು. ഈ ഭാഗം വായിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ಈ ಭಾಗವನ್ನು ನಾನು ಹೇಳಿ ಮುಗಿಸ್ತೇನೆ. 22-ാം വാക്യത്തിൽ മുൻപിലത്തെ നടപ്പ് സംബന്ധിച്ച ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്, 22-ನೇ ವಾಕ್ಯದಲ್ಲಿ ಹೇಳುವ ರೀತಿಯಲ್ಲಿ ಹಳೆಯ ಮನುಷ್ಯನನ್ನು ತೆಗೆದುಹಾಕಿ സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവി. സത്യದ ಫಲವಾಗಿರುವಂತ ನೀತಿ ಇದೆಲ್ಲ ಧರಿಸಿಕೊಂಡು ನಾವು ನೀತಿವಂತರಾಗಿ ನಡೆಯಬೇಕು. ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ സമാപ്തി ചെയ്യുകയാണ്. ನನ್ನ ಮಾತುಗಳನ್ನು ಇಲ್ಲಿ ಮುಗಿಸುವಂತನಾಗಿದ್ದೇನೆ. നമുക്കൊരു ഐക്യത ഉണ്ടാകണം. ನಮ್ಮ ಪ್ರಿಯರೇ, ನಮಗೆ ಒಂದು ಐಕ್ಯತೆ ಇರಬೇಕು. നമ്മ എല്ലാവരും ഐക്യത ഉള്ളവരാണ്. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു, എല്ലാവരും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. ನಮ್ಮೆಲ್ಲರಿಗೂ ಐಕ್ಯತೆ ಇದೆ, ನಾವೆಲ್ಲರೂ ಶೇಕ್ ಹ್ಯಾಂಡ್ ಕೊಡುತ್ತೇವೆ, എല്ലാവരും ചിരിക്കുന്നുണ്ട്, ಎಲ್ಲರೂ ನಗಾಡುತ್ತೇವೆ. എന്നാൽ ഹൃദയത്തിന്റെ അന്തർഭാഗത്തിലേക്ക് പോകുമ്പോൾ ചില 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 തെറ്റായ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ ഭരിക്കുന്നുണ്ട്. അത് അരുത്. ನಮ್ಮ ಹೃದಯದ ಅಂತರಾಂಗಣದಲ್ಲಿ ನಾವು ಹೋಗುವಾಗ ಸಣ್ಣ ಸಣ್ಣ ವಿಷಯಗಳು, ತಪ್ಪಾಗಿರುವಂತ ವಿಷಯಗಳು ಅದರಲ್ಲಿ ಇರುವಂತದ್ದಾಗಿದೆ. കർത്താവ് പറഞ്ഞത്, ಕರ್ತನು ಈ ರೀತಿಯಾಗಿ ಹೇಳಿದ್ದಾನೆ, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, ನಿನ್ನ ಶತ್ರುವನ್ನು ಸಹ ನೀನು നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, ನಿನ್ನ ಶತ್ರುವಿಗೋಸ್ಕರ ನೀನು ಪ್ರಾರ್ಥಿಸಬೇಕು. ಅದು ಮಾತ್ರವಲ್ಲ, നിങ്ങളുടെ ശത്രുക്കളെ അനുഗ്രഹിപ്പീൻ, ನಿಮ್ಮ ಶತ್ರುಗಳನ್ನು ಆಶೀರ್ವದಿಸಿರಿ. കർത്താവ് പറഞ്ഞ വാക്കാണെങ്കിൽ, ಇದು ಕರ್ತನು ಹೇಳಿದ ಮಾತಾದ, കർത്താവ് പറഞ്ഞ ഈ വാക്ക് നമുക്ക് അനുസരിക്കുവാൻ നമുക്ക് ബാധ്യത ഉണ്ടെങ്കിൽ, ಕರ್ತನು ಹೇಳಿದಂತ ഈ ಮಾತುಗಳು ನಾವು ಅನುಸರಿಸುವಂತ ಜವಾಬ್ದಾರಿ ಇರುವಂತ മാത്രമേ ഇവിടെ പറയുന്നുള്ള കർത്താവിനെ അനുസരിക്കുക എന്നുള്ള വിഷയം നമുക്ക് അനുസരിക്കുവാൻ, അത് പ്രാക്ടിക്കലി ചെയ്യുവാൻ കഴിയുള്ളൂ. ನಾವು ಓದಿದಂತ ವೇದ ಭಾಗದಲ್ಲಿ ಕರ್ತನನ್ನು ಹಿಂಬಾಲಿಸಿ ಎಂಬುದಾಗಿ ಹೇಳುವಂತ ಮಾತು ಪ್ರಾಕ್ಟಿಕಲ್ ಆಗಿ ತೆಗೆದುಕೊಳ್ಳುವಂತರಾಗಿರಬೇಕು. അതുപോലെ നാം വിശുദ്ധിയിൽ ജീവിക്കണം. ಅದೇ ರೀತಿಯಲ್ಲಿ ನಾವು ನೀತಿವಂತರಾಗಿ ಜೀವಿಸಬೇಕು. വിശുദ്ധിയിൽ നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. ನೀತಿವಂತರಾಗಿ ಜೀವಿಸುವಂತ ಅವಶ್ಯಕತೆ ಇರುವಂತದ್ದು. നായിക പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലನು ಸೆರೆಮನೆಯಲ್ಲಿ ಇದ್ದುಕೊಂಡು ಹೇಳುವಂತದ್ದು, എഫെസ്യ വിശ്വാസിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ശകലമാണ് നാം ഇപ്പോൾ ചിന്തിച്ചത്. ಎಫೆಸ ವಿಶ್ವಾಸಿಗಳಿಗೆ ಪ್ರಾರ್ಥಿಸುವಂತ ಒಂದು ಭಾಗವಾಗಿದೆ. ನಾವು തനിക്ക് തന്നെ പറ്റി ഒന്നും പറയുവാനില്ല. ನಾನು ಹೆಚ್ಚಿನಾಗಿ ಹೇಳಲಿಕ್ಕೆ ഒരു വാക്കുപോലും തന്നെ കുറിച്ച് താൻ പറഞ്ഞില്ല. ತನ್ನ ವಿಷಯವಾಗಿ ತಾನು ಏನೂ ಹೇಳಿಕೊಳ್ಳಲಿಲ್ಲ. താൻ ജന്മം കൊടുത്ത ചില സഭകൾ ഉണ്ടായിരുന്നു. ಅವನು ಜನ್ಮ ಕೊಟ್ಟಂತ ಕೆಲವು ಸಭೆಗಳು, ചില സഭയിലെ ചില വിശ്വാസികൾ ഉണ്ടായിരുന്നു. ಕೆಲವು ವಿಶ್ವಾಸಿಗಳಿದ್ದರು. അവരെ കുറിച്ച് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ಅವರ ಕುರಿತಾಗಿ ಆತನು ಸೆರೆಮನೆಯಲ್ಲಿ ಇದ್ದುಕೊಂಡು ಕೇಳಿಕೊಳ್ಳುವ മനോവ്യസനത്തോടുകൂടി ಬಹಳ ಪ್ರಯಾಸವುಳ್ಳಂತರಾಗಿ അവർക്ക് വേണ്ടതായിരിക്കുന്ന ഉപദേശം കൊടുക്കുകയാണ്. ಅವರಿಗೆ ಬೇಕಾದಂತ ಉಪದೇಶಗಳನ್ನು ಮಾತ್ರವಲ್ಲ, ഇതിന് പരിഹാരം കാണണമെങ്കിൽ വലുവനായിരിക്കും ദൈവത്തിന് മാത്രമേ കഴിയൂ എന്നുള്ള പൂർണ്ണ സമ്പൂർണ്ണമായിരിക്കുന്ന ബോധ്യമുള്ളതുകൊണ്ട് ഉയരത്തിങ്കിലേക്ക് നോക്കി പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. ಆ ಸಮಸ್ಯೆಗಳೆಲ್ಲ ನೋಡಿಕೊಂಡು ಇದಕ್ಕೆ ಪರಿಹಾರ ಬೇಕಾದಲ್ಲಿ ಅದಕ್ಕೆ ಪರಿಹಾರ ಕೊಡುವಾತನನ್ನು ಒಬ್ಬನನ್ನು ನೋಡಿಕೊಂಡು ಉನ್ನತ